ഓരോ സ്ത്രീയും അവളുടെ ജീവിതത്തിൽ ഒരവസരത്തിൽ തീർത്തും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. അവൾ ഒറ്റയ്ക്കായി പോകുന്നത് അവൾക്കൊപ്പം ആരുമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് താൻ തകർന്നു പോകണമോ അതോ കരുത്താർജിക്കണമോ എന്ന് അവൾക്ക് സ്വയം തീരുമാനിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് അവൾ ഒറ്റയ്ക്കായി പോകുന്നത്. ഈ ലോകം നിങ്ങളെക്കുറിച്ച് 1000 അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ നിങ്ങൾ മുന്നോട്ടു പോകണോ അതോ അവിടെ നിൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ആ കാര്യം പറയാം. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ ഒരു സാഹചര്യത്തിനും ഒരു വ്യക്തിക്കും ഒരു ഭയത്തിനും നിങ്ങളെ തടയാൻ കഴിയില്ല. കാരണം ഈ ലോകം ചലിക്കുന്നത് ശാരീരിക ശക്തി കൊണ്ടല്ല, ഈ ലോകം ചലിക്കുന്നത് മാനസിക ശക്തി കൊണ്ടാണ്. സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തി വസിക്കുന്നത് അവളുടെ ഉള്ളിലാണ്. അതുപോലെ അവളുടെ ഏറ്റവും വലിയ ബലഹീനതയും അവളുടെ ഉള്ളിൽ തന്നെയാണ്. ഏത് ശബ്ദമാണ് കേൾക്കേണ്ടതെന്നും ഏത് ശബ്ദമാണ് അവഗണിക്കേണ്ടതെന്നും അവൾ പഠിക്കുന്ന ദിവസം, അതാണ് അവളുടെ മാനസിക സ്വാതന്ത്ര്യത്തിന്റെ ദിവസം. നിങ്ങളിതറിയണം, സമൂഹം ഒരിക്കലും സ്ത്രീയെ ദുർബലയായി കാണുന്നില്ല. സമൂഹം സ്ത്രീയെ ദുർബലയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവർ ഒരു നിയമമുണ്ടാക്കുന്നു, ഒരു സ്ഥലം നിശ്ചയിക്കുന്നു, ഒരു അതിർത്തി വരയ്ക്കുന്നു, ഒരു ധാർമ്മികത കയ്യിലേൽപ്പിച്ചിട്ട് പറയുന്നു, ഇതാണ് നിന്റെ ലോകം. എന്നാൽ മനസ്സിലാക്കുക, ലോകത്തെ മാറ്റിമറിച്ച സ്ത്രീകൾ ആരും തന്നെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി ജീവിച്ചവരല്ല. അവർ ആ അതിരുകളെ തിരിച്ചറിഞ്ഞ് അതിനെ മറികടന്നവരാണ്. ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടതിതാണ്: മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കി സ്വന്തം വില നിശ്ചയിക്കരുത്. കാരണം സ്വന്തം കണ്ണിൽ കരുത്താർജിക്കാത്ത ഒരു സ്ത്രീക്ക് സമൂഹം ഒരിക്കലും പൂർണ്ണമായ ബഹുമാനം നൽകില്ല. ഇന്നുതന്നെ ഇത് മനസ്സിൽ കുറിച്ചിടുക. നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ബഹുമാനം നൽകുന്നുവോ അത്രയും ബഹുമാനമേ ലോകം നിങ്ങൾക്ക് നൽകൂ. മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു സ്ത്രീ ദുർബലയാകുന്നത്. എനിക്ക് ആരാകണം എന്ന് ചിന്തിക്കുമ്പോൾ അവൾ ശക്തയാകുന്നു. ദുഃഖം വരുന്നത് ലോകം തെറ്റായതുകൊണ്ടല്ല, മറിച്ച് സ്ത്രീ സ്വന്തം ശക്തി മറന്ന് ലോകത്തിന്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ദുഃഖം വരുന്നത്. ഇനി ഓരോ സ്ത്രീയെയും മെന്റലി സ്ട്രോങ്, മാനസികമായി ശക്തിയാക്കുന്ന, ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്തവളാക്കി മാറ്റുന്ന രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ രഹസ്യം: സ്ത്രീയുടെ കേന്ദ്രബിന്ദു അവൾ തന്നെയായിരിക്കണം, അല്ലാതെ മറ്റൊരു വ്യക്തിയോ ബന്ധമോ സാഹചര്യമോ ആകരുത്. മറ്റൊരു വ്യക്തിയാണ് നിങ്ങളുടെ കേന്ദ്രബിന്ദുവെങ്കിൽ അയാൾ മാറുന്ന നിമിഷം അത് നിങ്ങളെ തകർത്തുകളയും. മറിച്ച് നിങ്ങളുടെ സ്വന്തം ബുദ്ധിയാണ് നിങ്ങളുടെ കേന്ദ്രമെങ്കിൽ ലോകം മുഴുവൻ കൊള്ളയടിച്ചാലും നിങ്ങളെ ഇളക്കാൻ കഴിയില്ല. രണ്ടാമത്തെ രഹസ്യം: സ്ത്രീ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുകയല്ല, അവകാശങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. സ്വന്തം അവകാശം ചോദിക്കുന്നവർ മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ ജീവിക്കുന്നു. സ്വന്തം അവകാശം തിരഞ്ഞെടുക്കുന്നവർ ആരെയും ആശ്രയിക്കുന്നില്ല. സ്വന്തം തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തപ്പോൾ മാത്രമാണ് ലോകം നിങ്ങളെ ചോദ്യം ചെയ്യുന്നത്. മൂന്നാമത്തെ രഹസ്യം: സ്ത്രീ വികാരങ്ങളെ ഉപയോഗിക്കണം, വികാരങ്ങൾക്കിരയാകരുത്. വികാരങ്ങൾക്ക് കൃത്യമായ ദിശ നൽകിയാൽ അത് ശക്തിയാണ്. അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വിനാശമാണ്. ഉള്ളിലെ എടുത്തുചാട്ടത്തെ തന്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനമാക്കാതിരിക്കുന്നവളാണ് ശക്തയായ സ്ത്രീ. നാലാമത്തെ രഹസ്യം: എല്ലാ കാര്യങ്ങളും തനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്നും അതെല്ലാം കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും സ്ത്രീ മനസ്സിലാക്കണം. എല്ലാ ബന്ധങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ വൈകാരിക ഭാരങ്ങളുടെയും ഉടമ സ്ത്രീയാണെന്ന് ലോകം പ്രതീക്ഷിക്കുന്നു. എന്നാൽ മനസ്സിലാക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് നിങ്ങൾ സ്വയം ദുഃഖിതയാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയാണ്. അഞ്ചാമത്തെ രഹസ്യം: സ്ത്രീ നോ പറയാനുള്ള കഴിവ് പഠിക്കണം. എല്ലായിടത്തും യെസ് പറയുന്ന സ്ത്രീയാണ് ലോകത്തിൽ ഏറ്റവും ദുർബലയായി മാറുന്നത്. നോ എന്നത് നിങ്ങളുടെ ശക്തിയാണ്. നോ നിങ്ങളുടെ സുരക്ഷയാണ്. നോ നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡാണ്. ആറാമത്തെ രഹസ്യം: സ്ത്രീ തന്റെ കാര്യങ്ങൾ വ്യക്തമായും ഭയമില്ലാതെയും പറയണം. ഭയത്തോടെ സംസാരിക്കുന്നവൻ കേൾക്കുന്നവന്റെ ദയയെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ വ്യക്തമായി സംസാരിക്കുന്നവൻ കേൾക്കുന്നവന്റെ മാനസികാവസ്ഥയെ തന്നെ മാറ്റുന്നു. ഏഴാമത്തെ രഹസ്യം: സ്ത്രീ ജീവിതത്തിലെ തീരുമാനങ്ങൾ സ്വന്തം മനസ്സുകൊണ്ടെടുക്കണം, ഭയം കൊണ്ടല്ല. ഭയം ഭാവിയെ സൃഷ്ടിക്കില്ല, ഭയം ജീവിതത്തെ പിടിച്ചു നിർത്തുകയുള്ളൂ. എന്നാൽ എന്ന് സ്ത്രീ ഭയത്തെ തോൽപ്പിക്കുന്നുവോ അന്ന് ആർക്കും തടുത്തു നിർത്താനാകാത്ത ഒരു ഭാവി അവൾക്കായി രൂപപ്പെടുന്നു. ഇനി എന്തുകൊണ്ടാണ് ലോകം മാനസികമായി കരുത്തുള്ള സ്ത്രീകളെ, മെന്റലി സ്ട്രോങ് വിമൻ, ഭയക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ശക്തിയായ സ്ത്രീ കപടമായ പുകഴ്ത്തലുകളിൽ വീഴില്ല, വിമർശനങ്ങളിൽ തകരില്ല. ശക്തിയായ സ്ത്രീ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല. ശക്തിയായ സ്ത്രീ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാകില്ല. ശക്തിയായ സ്ത്രീ സ്വന്തം അതിരുകൾ തിരിച്ചറിഞ്ഞ് അതിനെ തകർത്തെറിയും. സമൂഹം സ്ത്രീയെ തടയുന്നതെന്തിനെന്നാൽ സ്ത്രീ തന്റെ മാനസിക ശക്തി തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒരു ശക്തിക്കും അവളെ തടയാനാകില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ലോകം ആദ്യം സ്ത്രീയുടെ മനസ്സിനെ കീഴടക്കുന്നത്, പിന്നീട് അവളുടെ തീരുമാനങ്ങളെ, ഒടുവിൽ അവളുടെ സ്വപ്നങ്ങളെ. എന്നാൽ എന്റെ ജീവിതം എന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് രൂപപ്പെടേണ്ടത്, അല്ലാതെ സമൂഹത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ചല്ല എന്ന് ഒരു സ്ത്രീ തിരിച്ചറിയുന്ന ദിവസം, അതാണ് അവളുടെ വിജയദിവസം. നാട്ടുകാർ എന്തു പറയും എന്നല്ല സ്ത്രീ ചോദിക്കേണ്ടത്. എനിക്ക് എന്താകാൻ കഴിയും,
എന്നാണ് അവൾ ചോദിക്കേണ്ടത്. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ വിധി ഒരു വ്യക്തിയുടെയും കയ്യിലല്ല, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുടെ കയ്യിലുമല്ല, നിങ്ങളെ വിമർശിക്കുന്ന ആളുടെ കയ്യിലുമല്ല. നിങ്ങളുടെ വിധി നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങളുടെ തീരുമാനങ്ങളിലും മാത്രമാണ്. സ്വന്തം യഥാർത്ഥ വില അറിയാവുന്നവളും ലോകത്തിൽ നിന്ന് അതിൽ കുറഞ്ഞതൊന്നും സ്വീകരിക്കാത്തവളുമാണ് മെന്റലി സ്ട്രോങ് വുമൺ. മറ്റുള്ളവരുടെ അംഗീകാരത്തെ, വാലിഡേഷൻ, തന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനമാക്കുമ്പോഴാണ് സ്ത്രീയുടെ മാനസിക ശക്തി തകരുന്നത്. കാരണം ഏതു ദിവസം ഒരു സ്ത്രീക്ക് ലോകത്തിന്റെ അംഗീകാരം വേണമെന്ന് തോന്നുന്നുവോ അന്ന് ലോകം അവളുടെ ബലഹീനതയായി മാറുന്നു. മനസ്സിലാക്കുക, ആരിൽ നിന്നാണോ നിങ്ങൾ അംഗീകാരം വാങ്ങുന്നത് അവരുടെ മുന്നിൽ നിങ്ങൾക്ക് തലകുനിക്കേണ്ടിവരും. തലകുനിഞ്ഞ ഒരാൾക്ക് ജീവിതത്തിൽ അധിക ദൂരം മുന്നോട്ടു പോകാനാവില്ല. അതുകൊണ്ട് മെന്റലി സ്ട്രോങ് വുമൺ ഈ നിയമം തന്റെ ഉള്ളിൽ എഴുതിവെക്കുന്നു: അംഗീകാരം എന്റേതായിരിക്കും, തീരുമാനങ്ങൾ എന്റേതായിരിക്കും, ബഹുമാനം ഞാൻ എനിക്കു തന്നെ നൽകും, എന്റെ കർമ്മങ്ങളായിരിക്കും എന്റെ അടയാളം. അതിനുശേഷം ഒരു ശക്തിക്കും അവളെ നിയന്ത്രിക്കാൻ കഴിയില്ല. സ്ത്രീ ഒരിക്കൽ സ്വയം തിരിച്ചറിഞ്ഞാൽ ലോകത്തിന് അവളെ തിരിച്ചറിയാൻ അധികം സമയം വേണ്ടിവരില്ല. ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരു സ്ത്രീക്ക് തന്റെ ഉള്ളിലെ കഴിവുകളെക്കുറിച്ച് ബോധമില്ലാത്തിടത്തോളം കാലം അവളെ തടയാൻ എളുപ്പമാണ്. എന്നാൽ തന്റെ ഉള്ളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് അവൾ മനസ്സിലാക്കുന്ന നിമിഷം ഇതേ സമൂഹം അവൾക്കെതിരെയല്ല, അവളുടെ പക്ഷത്ത് നിൽക്കാൻ തുടങ്ങും. എവിടെയാണോ ശക്തി കാണുന്നത് അവിടെയാണ് ആളുകൾ തലകുനിക്കുന്നത്. ശക്തി വാക്കുകളിലല്ല, ശക്തി തീരുമാനങ്ങളിലാണുള്ളത്. ഇനി ഞാൻ നിങ്ങളെ മാനസികമായി അജയ്യാക്കാനുള്ള ഇൻവിൻസിബിൾ ആഴമേറിയ രഹസ്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ഒരു സ്ത്രീയെ കേവലം ശക്തയാക്കുക മാത്രമല്ല, അവളെ തോൽപ്പിക്കാൻ കഴിയാത്തവളാക്കി മാറ്റുന്ന രഹസ്യങ്ങളാണ്. ഒന്നാമത്തെ രഹസ്യം: എല്ലാ കാര്യത്തോടും പ്രതികരിക്കുന്നത് ബലഹീനതയാണെന്ന് നിങ്ങൾ അറിയണം. മെന്റലി സ്ട്രോങ് വുമൺ എല്ലാറ്റിനോടും പ്രതികരിക്കില്ല. കാരണം നിയന്ത്രണം നഷ്ടപ്പെടുന്നവളാണ് പ്രതികരിക്കുന്നത്. മൗനമായി ഇരുന്ന് ആലോചിച്ച് നീക്കങ്ങൾ നടത്തുന്നവളാണ് നിയന്ത്രണം കയ്യിൽ വയ്ക്കുന്നത്. ഓരോ വിമർശനത്തോടും ഓരോ വാക്കിനോടും വികാരാധീനയാകുന്ന സ്ത്രീ തന്റെ ശക്തി മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയാണ്. എന്നാൽ മനസ്സിനെ കെട്ടിവയ്ക്കുന്ന സ്ത്രീയുടെ ദിശ മാറ്റാൻ ആർക്കും കഴിയില്ല. രണ്ടാമത്തെ രഹസ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ആര് വേണം, ആര് വേണ്ട എന്ന് നിങ്ങൾ പഠിക്കണം. എല്ലാവർക്കും പ്രാധാന്യമില്ല. പലരും തടസ്സങ്ങൾ മാത്രമാണ്. പലരും നിങ്ങളുടെ ഊർജ്ജം നശിപ്പിക്കുന്നവരാണ്. പലരും നിങ്ങളെ തടയാൻ മാത്രം പ്രവർത്തിക്കുന്നവരാണ്. മെന്റലി സ്ട്രോങ് വുമൺ തന്റെ ഭാവി നശിപ്പിക്കുന്ന ബന്ധങ്ങളെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു. കാരണം മനസ്സിന് ഭാരമാകുന്ന ബന്ധങ്ങൾ ഒരിക്കലും ലാഭം നൽകില്ല. മൂന്നാമത്തെ രഹസ്യം: മനുഷ്യരുടെ യഥാർത്ഥ രൂപം നിങ്ങൾ തിരിച്ചറിയണം. എല്ലാ ചിരിയും സൗഹൃദമല്ല, എല്ലാ ഉപദേശവും നല്ലതിനല്ല, എല്ലാ അടുപ്പവും വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല. മെന്റലി സ്ട്രോങ് വുമൺ ആളുകളുടെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നു. ലോകത്തിൽ പലരും സ്ത്രീയുടെ വികാരങ്ങളെ മുതലെടുക്കുന്നു. എന്നാൽ സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കിയ ഒരു സ്ത്രീയെ ആർക്കും മുതലെടുക്കാനാവില്ല. നാലാമത്തെ രഹസ്യം: സമയം കൊല്ലുന്ന കാര്യങ്ങളിലല്ല, നിങ്ങളെ വലുതാക്കുന്ന ലക്ഷ്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. സാധാരണ ലക്ഷ്യങ്ങൾ സാധാരണക്കാരെ സൃഷ്ടിക്കുന്നു. ഉയർന്ന ലക്ഷ്യങ്ങൾ ഉയർന്ന സ്വഭാവത്തെ ആവശ്യപ്പെടുന്നു. മെന്റലി സ്ട്രോങ് വുമൺ തന്റെ ഉള്ളിലെ കഴിവ് തിരിച്ചറിഞ്ഞ് ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേറിട്ട് നിർത്തുന്ന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നു. അഞ്ചാമത്തെ രഹസ്യം: നിങ്ങളുടെ ഭയത്തിന് നിങ്ങൾ പേരിടണം. തിരിച്ചറിയാത്തിടത്തോളം കാലം മാത്രമേ ഭയത്തിന് വലിപ്പമുള്ളൂ. ഇതാണ് എന്റെ പേടി എന്ന് സമ്മതിക്കുന്ന സ്ത്രീക്ക് അതിനെ നശിപ്പിക്കാൻ കഴിയും. ഭയത്തിന് രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന് മുന്നോട്ടു പോകുന്നതിൽ നിന്ന് തടയുന്നു, രണ്ട് മുന്നോട്ടു പോകാൻ കാരണം നൽകുന്നു. മെന്റലി സ്ട്രോങ് വുമൺ ഭയത്തെ ഒരു തടസ്സമായല്ല, ഒരു പ്രചോദനമായാണ് ഉപയോഗിക്കുന്നത്. ആറാമത്തെ രഹസ്യം: നിങ്ങളെ ഓരോ ദിവസവും ശക്തയാക്കുന്ന ഒരു ശീലം നിങ്ങൾ ജീവിതത്തിലുണ്ടാക്കണം. കാരണം ശീലങ്ങളാണ് സ്വഭാവമുണ്ടാക്കുന്നത്, സ്വഭാവമാണ് വിധി നിശ്ചയിക്കുന്നത്. മെന്റലി സ്ട്രോങ് വുമൺ ഓരോ ദിവസവും തന്റെ മനസ്സിനെ കൂടുതൽ മൂർച്ചയുള്ളതും തീരുമാനങ്ങളെ കൂടുതൽ വ്യക്തവും ലക്ഷ്യങ്ങളെ കൂടുതൽ ശക്തവുമാക്കുന്നു. അവളുടെ ശക്തി ഒരു ദിവസം കൊണ്ടല്ല ഉണ്ടാകുന്നത്, ഓരോ ദിവസവും കുറേശ്ശെയായാണ് ഉണ്ടാകുന്നത്. ഏഴാമത്തെ രഹസ്യം: എനിക്കൊറ്റയ്ക്കും നടക്കാനാകും എന്നത് നിങ്ങൾ അംഗീകരിക്കണം. കാരണം ആൾക്കൂട്ടത്തിന്റെ സഹായം ആവശ്യമില്ലാത്തവളാണ് യഥാർത്ഥ ശക്തി അനുഭവിക്കുന്നത്. സ്വയം എഴുന്നേറ്റ് നിന്ന സ്ത്രീകൾക്ക് ഒടുവിൽ ആൾക്കൂട്ടം കൂടെയുണ്ടാകും. മെന്റലി സ്ട്രോങ് വുമൺ കഠിനമായ തീരുമാനങ്ങളും എടുക്കുന്നു. കാരണം എളുപ്പമുള്ള തീരുമാനങ്ങൾ വലിയ ജീവിതമുണ്ടാക്കില്ലെന്ന് അവൾക്കറിയാം. ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ. സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തി അവളുടെ തലച്ചോറിലാണ്, അല്ലാതെ മറ്റുള്ളവരുടെ അംഗീകാരത്തിലല്ല. സ്ത്രീ തന്റെ മനസ്സിനെ ശക്തമാക്കുമ്പോൾ അവൾ ബന്ധങ്ങളെ തിരഞ്ഞെടുക്കുന്നു, അവൾ അവസരങ്ങളെ തിരഞ്ഞെടുക്കുന്നു, അവൾ ദിശ തിരഞ്ഞെടുക്കുന്നു, അവൾ ഭാവിയെ തിരഞ്ഞെടുക്കുന്നു. മെന്റലി വീക്ക് വുമൺ, മാനസികമായി ദുർബലയായ സ്ത്രീ, മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നു. മെന്റലി സ്ട്രോങ് വുമൺ സ്വന്തം തീരുമാനങ്ങൾ സ്വയം സൃഷ്ടിക്കുന്നു. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ലോകം സ്ത്രീയെ തടയുന്ന ആ മനഃശാസ്ത്രം നിങ്ങൾ മനസ്സിലാക്കണം. ലോകം സ്ത്രീയോട് പറയുന്നു: ഒരുപാട് ചിന്തിക്കരുത്, അധികം സംസാരിക്കരുത്, ഒരുപാട് മാറരുത്, ഒരുപാട് മുന്നോട്ടു പോകരുത്.
എന്നാൽ ഈ അതിരുകളെല്ലാം തകർത്തെറിയുന്ന സ്ത്രീയെയാണ് പിന്നീട് ഇതേ ലോകം മഹദി എന്ന് വിളിക്കുന്നത്. ഓർക്കുക, സ്ത്രീ ഭയപ്പെടുമ്പോൾ ആളുകൾ അവളെ നിയന്ത്രിക്കുന്നു. സ്ത്രീ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആളുകൾ അസ്വസ്ഥരാകും. സ്ത്രീ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആളുകൾ അവളെ എതിർക്കും. എന്നാൽ എന്ന് സ്ത്രീ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവോ, അന്ന് ഇതേ സമൂഹത്തിലെ ആളുകൾ അവൾക്ക് ഏറ്റവും വലിയ ബഹുമാനം നൽകാൻ തുടങ്ങുന്നു. കാരണം സ്വയം ദുർബലയാണെന്ന് കരുതുന്ന സ്ത്രീയെ ലോകം തടയുന്നു. എന്നാൽ താൻ ശക്തയാണെന്ന് ചിന്തിക്കുന്ന സ്ത്രീക്ക് ലോകം വഴിമാറിക്കൊടുക്കുന്നു. അവസാനമായി, ഓരോ സ്ത്രീക്കും ഒരു കവചം പോലെയുള്ള ആ സത്യം ഞാൻ പഠിപ്പിച്ചുതരാം. നിങ്ങൾ മാനസികമായി ശക്തയായി മാറിയാൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കാനാകില്ല. എന്നാൽ നിങ്ങൾ മാനസികമായി ദുർബലയായാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ വ്യക്തിക്ക് പോലും നിങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിക്കും.